ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് റീബ കാർത്തിക്. യൂട്യൂബിൽ ഷോർട്സിലൊക്കെ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ട്. ഇന്നേ വരെ ഒരു ഫുൾ ലെന്ത് വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ചെയ്യാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല കേട്ടോ, ചെയ്യാനായിട്ടൊരു സിറ്റുവേഷനും സമയമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യാം, ഒരു ഫുൾ ലെന്ത് വീഡിയോയും ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ? അപ്പോൾ എന്തായാലും കാണുന്ന കൂട്ടത്തിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫുൾ സപ്പോർട്ട് ചെയ്യണേ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ പൊന്നോമനെ പുത്രനെ പരിചയപ്പെടുത്താം. ഇതാണ് ഏതു ഹായ് പറഞ്ഞേ. ഹായ്. നെക്സ്റ്റ് വൺ ആൻഡ് ഒൺലി മൈ കെട്ടിയോൻ കാർത്തിക് പുനലൂർ. രാവിലെ എണ്ണീറ്റപ്പം തൊട്ട് വർക്കിൻ്റെ പ്രഷർ കാരണം എഡിറ്റിംഗ് സെക്ഷനിലേക്ക് പോയേക്കുവാണ്. എന്തെങ്കിലും കഴിച്ചോടെ? പല്ല് തേച്ചു, കുളിയൊക്കെ കഴിഞ്ഞു, പക്ഷെ ഒന്നും കഴിച്ചിട്ടില്ല. എൻ്റെ വർക്കിൻ്റെ പ്രഷർ എത്രത്തോളം ഉണ്ടെന്ന് പുള്ളി കഴിക്കാത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. രാവിലെ തുടങ്ങിയതാട്ടോ. ഞാൻ നേരെ അടുക്കളയിൽ വന്നിട്ടുണ്ട്. രാവിലെ എണീറ്റപ്പം നമ്മുടെ പാലുകാരൻ ചെറുക്കനാണെങ്കിൽ നമുക്ക് കുറച്ച് പോത്തിനെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ അതിൻ്റെ എല്ലൊക്കെ എടുത്ത് ഞാൻ എല്ലുകറിയൊക്കെ വെച്ചു. ഇന്നിപ്പം കറി വെക്കണോ അതോ ഇനി അത് ഫ്രൈ ആക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. അപ്പം ഞാൻ എന്തായാലും ഫ്രൈ എന്നൊരു നിഗമനത്തിൽ വന്ന് നിന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ വർക്കിൻ്റെ പ്രഷർ എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ് എൻ്റെ വർക്ക്, എന്താണ് എൻ്റെ പ്രൊഫഷൻ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മൾക്ക് ഒരു വെഡ്ഡിങ് കമ്പനിയാണ്. വെഡ്ഡിങ് കമ്പനിയുടെ പേര് കോക്ടെയിൽ ആർട്സ് ഫോട്ടോഗ്രാഫി എന്നാണ്. ഞാനും ഹസ്ബൻഡും കൂടെ ചേർന്നിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഓഫീസ് വരുന്നത് പുനലൂരാണ്. പുനലൂർ റിലയൻസ് സ്മാർട്ട് ബസാറിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ ഫുൾ വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ കുടുംബം കാര്യങ്ങൾ, ഇതിൻ്റെ ഇടയ്ക്ക് വർക്ക്. നമ്മൾ മിക്കപ്പോഴും ട്രാവൽ ചെയ്ത് വരുമ്പം ഭയങ്കരമായിട്ട് ഡള്ളാവും. പുള്ളിക്കാരൻ നല്ല ജിമ്മിനൊക്കെയാണ്, പക്ഷെ ഞാൻ അത്രയും പവർഫുൾ അല്ലാത്തത് കൊണ്ട്, എന്നെ കണ്ടാൽ അറിയാമല്ലോ ഞാൻ അത്രയും പവർഫുൾ അല്ലാത്തത് കൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റാതെ വന്നത്. ഇനി ഞാൻ ട്രൈ ചെയ്യാം, എനിക്ക് അറിഞ്ഞൂടാ എത്രത്തോളം പോകുമെന്നുള്ള കാര്യം. അപ്പം എന്തായാലും നമുക്ക് പോത്തിനെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തൊന്ന് സെറ്റാക്കി നോക്കാം. അപ്പം നമ്മുടെ കപ്പയൊക്കെ ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും കപ്പ വേവിക്കാനല്ല, പണ്ട് മമ്മിയാണെങ്കിലുണ്ടല്ലോ, ഇപ്പോഴല്ല, കുറേ നാളായി. ഇപ്പം എൻ്റെ മമ്മി എനിക്കൊന്നും ഉണ്ടാക്കി തരാറൊന്നുമില്ല കേട്ടോ. പുള്ളിക്കാരി തയ്യൽ തിരക്ക് ഇങ്ങനെയൊക്കെ പോയിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ പാചകം എനിക്ക് ഇച്ചിരിയൊക്കെ ഓർമ്മയുണ്ട്. ഈ കപ്പ ഇങ്ങനെ കുഞ്ഞുകുഞ്ഞായിട്ട് പുഴുങ്ങിയിട്ട് അതിനകത്ത് ഈ തേങ്ങയൊക്കെ ഇട്ടിട്ടൊരു സംഭവം ചെയ്യുമായിരുന്നു. പക്ഷേ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് എപ്പോഴും നോർമൽ കിട്ടുന്നതിൽ നിന്ന് ഒരു ഇച്ചിരി വ്യത്യസ്തത, തേങ്ങയുടെ ഒരു ഇതും. പിന്നെ അത് മാത്രമല്ല കേട്ടോ, കുഞ്ഞുള്ളി ചതച്ചിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നും പറഞ്ഞാണ് ഇവനെ പൊളിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ കപ്പയൊക്കെ കഴുകി വൃത്തിയാക്കി അടുപ്പയിൽ വെക്കാൻ പോവാണ്. അരിയെ ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അരിയെ ഇപ്പുറത്തോട്ടൊന്ന് മാറ്റിയിട്ട് കപ്പ ആദ്യം അങ്ങ് സെറ്റാക്കാം. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ? നടുക്കൊരു വെള്ളം വെച്ച് ഇച്ചിരി ചൂടാക്കുന്ന പരിപാടി എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി ചൂടുവെള്ളം കിട്ടുകയും ചെയ്യും. ബാക്കി വെള്ളം നമുക്ക് കെറ്റിൽ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു, അവിടെ നിന്ന് എടുക്കാം. യെസ്, നമ്മുടെ അരിയെ ഇപ്പുറത്തോട്ട് മാറ്റി വയ്ക്കാം. അവിടെ ഇരുന്നൊന്ന് ചൂടാവട്ടെ. ഇനി നമുക്ക് ഇവനെ അങ്ങോട്ട് വയ്ക്കാം. കാർത്തികേട്ടന് ഈ ബീഫും ഏത് ഇറച്ചിയാണെങ്കിലും അടുപ്പി വയ്ക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അമ്മക്ക് മെനയാണ്, എങ്കിലും ഞാൻ കഴിവതും ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ. അതാണ് ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ഞാൻ അത്രയൊക്കെ ചെയ്യുന്നില്ലേ. അമ്മ എപ്പം കപ്പ വെച്ചാൽ എന്നോട് പറയും, കയ്പുണ്ട് കേട്ടോ കപ്പയ്ക്ക്, 2 വെള്ളം ഊറ്റിക്കളയണേന്ന്. അതുകൊണ്ടെന്നല്ല, അങ്ങനെ എല്ലാവരും ചെയ്യാറുണ്ട്. കപ്പയ്ക്ക് കട്ടുണ്ടെന്നൊക്കെയാണ് പറയുക. നമുക്കന്നേരം അവനെ അടച്ച് വെച്ച് ഒന്ന് സെറ്റാക്കാം. അടച്ചേക്കാം. എത്ര കുരുമുളക് ചേർത്താലും കാർത്തികേട്ടൻ പറയും എരിയില്ല. കുരുമുളക് അങ്ങ് കൂട്ടി കൊടുക്കാവോ, സന്തോഷം. പക്ഷേ കുഞ്ഞിനും കൊടുക്കണ്ടേ? കണ്ട, നമ്മുടെ വെളുത്തുള്ളി കുട്ടന്മാരെ ഇടാൻ പോവാണേ. അടുത്ത ഇഞ്ചിച്ചേട്ടന്മാരെ ഇടുവാണ്. ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇവിടെ ക്രഷ് ചെയ്ത ഈ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ഇത്രയും സംഭവങ്ങളും ഈ പോത്തിനെയും കൂടെ കുക്കറിലിട്ട് ഒരു പകുതി വേവിച്ചെടുക്കാം. മൊത്തം വേവിക്കുന്നില്ല, കാര്യം കെട്ടിയവനെ പറ്റിക്കണമല്ലോ, അടുപ്പിലെ ചെയ്തെന്ന് പറയണമല്ലോ. അപ്പോൾ നമുക്ക് പകുതി വേവിച്ചെടുക്കാം. ഓക്കെ,
ഇവിടെ ഇങ്ങോട്ട് നോക്കിക്കോണേ, നമ്മുടെ കപ്പ ഇതാ തിളക്കുന്നുണ്ട്, കിടുകിടുകിടുകിടാ തിളക്കുന്നുണ്ട്. അപ്പം കപ്പയും റെഡിയായി. നമുക്കതിനെ ഊറ്റി മാറ്റി വയ്ക്കാം, ചോറിനെ പഴയ സ്ഥാനത്ത് വയ്ക്കാം. മോനെ പോരടാ. ചൂടുണ്ട്, അരിക്കിട്ട് ചടപ്പത്ത് വയ്ക്കാം. ഇനിയിപ്പം ഈ സ്പീസ് നമുക്ക് കുറച്ച് വെള്ളം വയ്ക്കാം. കാര്യം ആ ചൂട് വെള്ളം നമുക്ക് എപ്പോഴേലും എന്തിനേലും ഉപയോഗിക്കാനായിട്ട് പറ്റും. എപ്പോഴും കെറ്റിൽ യൂസ് ചെയ്യേണ്ടി വരത്തില്ല. ഇവിടെ ഇപ്പം ഞാൻ കുഞ്ഞുള്ളി, തേങ്ങാക്കൊത്ത്, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരച്ച നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഇത്രയും കൂടെ നമുക്ക് ഫസ്റ്റ് ഒന്ന് വഴട്ടിയെടുക്കാം. നന്നായിട്ട് ചട്ടി ചൂടായിട്ടുണ്ട്, അടുപ്പായതുകൊണ്ട് നല്ല ചൂടാട്ടോ. എണ്ണ ഒഴിക്കുവാണേ. ഇനി ഫസ്റ്റിലെ അതിനകത്തോട്ട് നമ്മുടെ തേങ്ങാക്കൊത്ത്, കൂട്ടത്തിൽ ആ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മൂക്കും. നല്ല ചൂടാട്ടോ, ശ്രദ്ധിച്ചില്ലെങ്കിൽ അതും കരിഞ്ഞു പോകും. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും നിന്ന് പൊള്ളുന്നുണ്ട്. ഡയറക്റ്റ് നമ്മുടെ വയറ്റിലോട്ടാണ് ചൂടടിക്കുന്നത്. ആഹാ, ഇന്ന സുഖം. ഇത് ജസ്റ്റ് ഒന്ന് പകുതി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ അത്യാവശ്യം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. അടുപ്പായതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, പെട്ടെന്നാവും. ഇനി ആ ഇഞ്ചിയും കുരുമുളകും വെളുത്തുള്ളിയും കൂടെ അരച്ച ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കാണുമ്പം നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്, ഓരോരുത്തർ ചെയ്യുന്ന ഓരോ രീതിയാണ്. ഞാനങ്ങനെ പഠിച്ച് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. എനിക്ക് എൻ്റേതായ ഒരു, നമുക്ക് കാണുമ്പോൾ ഒരു യുക്തി തോന്നുമല്ലോ, ആ ഒരു രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവത്തില്ല. എന്നാൽ അതൊന്നും വലിയ പ്രശ്നമാക്കാറില്ല കേട്ടോ കാർത്തികേട്ടൻ. പുള്ളിക്കാരനെ സംബന്ധിച്ച് ഒരു ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചാൽ നല്ല പോലൊരു മുട്ട പൊരിച്ചത്, പിന്നെ ചമ്മന്തി, മീൻ വറുത്തത്, നല്ല മോര്, അത് വെള്ളമൊന്നും അധികം ചേർക്കാതെ നല്ല കുറുകുറായിരിക്കുന്ന മോര്, ഇതൊക്കെയാണ് പുള്ളിക്കാരുടെ ഇഷ്ടം. പക്ഷേ കൊച്ചു നേരെ ഓപ്പോസിറ്റാണ്. പുള്ളിക്കാരന് ചിക്കൻ, ഇപ്പം മീനോട് വലിയ താല്പര്യമില്ല, ബീഫ് ഇതിനോടൊക്കെയാണ് താല്പര്യം. എനിക്കൊന്ന് പിന്നെ ഭയങ്കര മന്തിക്കുതിനാട്ടോ, അതെൻ്റെ സ്വഭാവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഞ്ഞുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അരപ്പിനകത്തോട്ട് ഞാൻ ഈ പോത്തിനെ ആഡ് ചെയ്തിട്ടുണ്ട്, ഇറച്ചി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്നൊന്ന് നന്നായിട്ട് ഈ എരിവും മസാലയെല്ലാം ഒന്ന് പിടിക്കണം. അതിനുശേഷം നമുക്ക് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. വരട്ടിയ കപ്പയോടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ രുചി നോക്കാൻ കാർത്തികേട്ടൻ എത്തിയിട്ടുണ്ട്. പറ്റിക്കണ്ടേ? എടാ അതി പിടിച്ചോണ്ടല്ലോ, പിന്നെ ഇന്ന് ഇങ്ങനെ റോസ്റ്റ് ആയിട്ട് മതിയോ? ബീഫ് അല്ലടാ, പോത്തടാ പോത്തേ. കഴിച്ചു നോക്ക്. ഏതു ഇനി ഇതെല്ലാം കഴുകി വൃത്തിയാക്കണം, ഇതിനെ തീറ്റിപ്പിക്കണം. ഇതും പോട്ടെ, രാവിലെ തൂത്ത ഹാള് നിങ്ങൾ നോക്കണം. നോക്ക്, എൻ്റെ കൊച്ചിന് ഇങ്ങനത്തെ കളിപ്പാട്ടങ്ങൾ മതി. കുപ്പി, പാട്ട, തവി. ഏതു അമ്മച്ചി എന്തിയേ? അമ്മച്ചി എന്തിയേ? ഏടു. പിന്നെ ആദ്യം ഒരു സെറ്റ് ഈ വീട്ടിലുണ്ടായിരുന്നു, ഇവൻ ജനിച്ച സമയത്ത്. അതിൻ്റെ കാലാവധി ഇവനായിട്ടങ്ങ് കഴിച്ചു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു വെച്ചിലൂടെ വലുതായി കഴിഞ്ഞതിന് ശേഷം സെറ്റിയൊക്കെ വാങ്ങിച്ചാൽ മതിയെന്ന്. എൻ്റെ പൊന്നെ, അതുകൊണ്ടൊരു ചെറിയൊരു 3 സീറ്റർ വാങ്ങിച്ചിട്ട് അതിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്ക്. കണ്ടോ? ഇരുമ്പിനെ തുരുമ്പാക്കുന്ന പുത്രനാണ് ഇദ്ദേഹം. ഏതു
ചോറ്, ഇന്നലത്തെ എല്ല് കറി, ചമ്മന്തി, കപ്പ, റോസ്റ്റ്.